അധ്യായം 49. മുഖവുര. വേദങ്ങൾക്കോ പുരാണങ്ങൾക്കോ ബ്രഹ്മത്തെ അഥവാ സദ്ഗുരുവെ പറ്റി വേണ്ട പോലെ പുകഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അജ്ഞരായ നമുക്ക് നമ്മുടെ സദ്ഗുരു ശ്രീ സായിബാബയെ വിവരിക്കാൻ കഴിയുന്നത്? അതിൽ നിശബ്ദമായിരിക്കുന്നതാണ് യുക്തമെന്ന് നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ മൗനവ്രതമാണ് സദ്ഗുരുവിനോടുള്ള ഏറ്റവും വലിയ പ്രശംസിക്കൽ. പക്ഷേ ബാബയുടെ സൽഗുണങ്ങൾ ആ മൗനവ്രതം ഭഞ്ജിച്ച് നമ്മെ സംസാരിക്കാൻ പ്രേരിതമാക്കുകയാണ്. നല്ല ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ സുഖം തോന്നില്ല. നമ്മുടെ സ്നേഹിതന്മാരും ബന്ധുക്കളും ചേർന്നിരുന്ന് കഴിച്ചാൽ കൂടുതൽ സ്വാദിഷ്ടമാവും. അതുപോലെ തന്നെയാണ് സായി ലീലാമൃതവും. ഈ അമൃതം നാം ഒറ്റയ്ക്ക് കഴിക്കേണ്ടതല്ല. സുഹൃത്തുക്കളും സഹോദരന്മാരും നമ്മുടെ കൂടെ ചേരണം. എത്രയധികം പേരുണ്ടോ അത്രയും നല്ലത്. സായിബാബ തന്നെയാണ് ഈ കഥകൾക്ക് പ്രചോദനം തന്ന് ബാബയുടെ ഇഷ്ടാനുസരണം എഴുതിക്കുന്നത്. നമ്മുടെ ചുമതല സായിബാബയിൽ സർവവും അർപ്പിച്ച് ബാബയെ തന്നെ ധ്യാനിക്കൽ മാത്രമാണ്. തപശ്ചര്യ, തീർത്ഥയാത്ര, വ്രതം, യജ്ഞം, ധർമ്മം എന്നിവയേക്കാൾ കേമമാണ് ഹരിപൂജ. തപസ്സിനേക്കാളും സദ്ഗുരുവെ ധ്യാനിക്കൽ ഹരിപൂജയേക്കാളും മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് നാക്കുകൊണ്ട് സായി നാമം ജപിച്ചും ബാബയുടെ അമൃതവാണികൾ മനസ്സുകൊണ്ട് സ്മരിച്ചും ബാബയുടെ രൂപത്തെ ധ്യാനിച്ച് ബാബയെപ്പറ്റി ഹൃദയത്തിൽ യഥാർത്ഥ പ്രേമം വളർത്തി എല്ലാ കർമ്മങ്ങളും ബാബയ്ക്ക് വേണ്ടി ചെയ്യുക. സംസാരബന്ധം മുറിക്കാൻ ഇതിലേറെ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ ചുമതല മേൽപ്പറഞ്ഞ വിധം നാം ചെയ്താൽ സായി നമ്മെ സഹായിച്ച് മോചിതരാക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ കഥയിലേക്ക് മടങ്ങാം. ഹരി കനോബ. ബോംബെയിലെ ഒരു മാന്യനായ ഹരി കനോബ ബാബയുടെ ലീലകളെപ്പറ്റി പല സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കേൾക്കാനിടയായി. പ്രകൃത ഒരു സംശയാലുവായതിനാൽ അയാൾ അവയിലൊന്നും വിശ്വസിച്ചില്ല. അയാൾക്ക് നേരിട്ട് ബാബയെ ഒന്ന് പരീക്ഷിക്കണമെന്നായി. അങ്ങനെ ചില സ്നേഹിതന്മാരോട് കൂടി അയാൾ ഷിർദിയിൽ വന്നു. അയാൾ തലയിൽ ഒരു കസവ തലക്കെട്ടും കാലിൽ ഒരു പുതിയ ജോഡി ചെരുപ്പും ധരിച്ചിരുന്നു. ബാബയെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അടുത്തുപോയി നമസ്കരിക്കണമെന്ന് അയാൾ തീർച്ചയാക്കി. പുതിയ ചെരുപ്പ് എന്തു ചെയ്യണമെന്നായി. എന്നിട്ടും തുറന്ന മുറ്റത്ത് ഒരു മൂലിക്കൽ പോയി ചെരുപ്പ് ഊരിവെച്ച് വന്ന് ബാബയെ നമസ്കരിച്ചു. ബാബയുടെ കയ്യിൽ നിന്ന് ഉധിയും പ്രസാദവും വാങ്ങി മടങ്ങി വന്ന് മൂലയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ചെരുപ്പ് കാണാനുണ്ടായിരുന്നില്ല. കുറെ വെറുതെ തിരഞ്ഞ് നിരാശനായി താമസ സ്ഥലത്തേക്ക് പോയി. കുളി കഴിഞ്ഞ് പൂജയും നിവേദ്യവും കഴിഞ്ഞ് ഉണ്ണാനിരുന്നു. ആ സമയം മുഴുവൻ അയാൾ ചെരുപ്പിനെ പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ ഒരു മറാത്തി പയ്യൻ അടുക്കലേക്ക് വരുന്നത് കണ്ടു. അവന്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു വടിയും വടിയുടെ തലയ്ക്കൽ ഒരു ജോഡി പുതിയ ചെരുപ്പും തൂക്കിയിട്ടിട്ടുണ്ട്. അവൻ കൈ കഴുകാൻ വന്നവരോട് ബാബ ഈ വടി അവനെ ഏൽപ്പിച്ചതാണെന്നും നിരത്തിലൂടെ ഹരിയുടെ മകൻ ജരിക തലയിൽ കെട്ടിയവൻ എന്ന് വിളിച്ചു പറയാനും ആരെങ്കിലും ചെരുപ്പിന്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ അയാളുടെ പേര് ഹരിയാണോ എന്നും കകാരം പേരായ അയാളുടെ മകനാണോ കസവ തലക്കെട്ടുണ്ടോ എന്നും നോക്കി തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് കൊടുക്കാനും ഏൽപ്പിച്ചു തന്നതാണെന്നും പറഞ്ഞു. ഇത് കേട്ട് ഹരികനോബ സന്തുഷ്ടനും വിസ്മിതനുമായി. അയാൾ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ചെരുപ്പിന്റെ ഉടമ താനാണെന്ന് പറഞ്ഞു. അയാൾ കുട്ടിയോട് തന്റെ പേര് ഹരിയെന്നാണെന്നും അയാൾ കനോബയുടെ മകനാണെന്നും കസവ തലക്കെട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുട്ടി സമ്മതിച്ച് ചെരുപ്പ് അയാൾക്ക് കൊടുത്തു. ഹരികനോബ അത്ഭുതത്തോടെ ചോദിച്ചു, തന്റെ തലക്കെട്ട് കാണാവുന്നതുകൊണ്ട് ബാബ കണ്ടിരിക്കാം. പക്ഷേ എങ്ങനെ ബാബയ്ക്ക് തന്റെ പേര് ഹരിയാണെന്നും കനോബയുടെ മകനാണെന്നും മനസ്സിലായി? ഇത് ആദ്യമായി താൻ ഷിർദിയിൽ വന്നതുമാണ്. അയാൾ ബാബയെ പരീക്ഷിക്കാൻ മാത്രം വന്നവനാണ്. അതുകൊണ്ട് അയാൾക്ക് വേണ്ടത് കിട്ടിയതിനാൽ അയാൾ സന്തുഷ്ടനായി വീട്ടിലേക്ക് മടങ്ങി. സോമദേവ സ്വാമി. ഇനി ബാബയെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരാളുടെ കഥ കേൾക്കുക. കാക്കാ സാഹിബ് ദീക്ഷിതിന്റെ സഹോദരൻ ഭായിജി നാഗ്പൂരിൽ താമസിച്ചിരുന്നു. അയാൾ 1906 ഹിമാലയത്തിൽ പോയപ്പോൾ ഉത്തരകാശിയിലെ ഗംഗോത്രയിൽ വെച്ച് ഹരിദ്വാരയിലെ സോമദേവ സ്വാമിയുമായി പരിചയപ്പെട്ടു. രണ്ടുപേരും അന്യോന്യം മേൽവിലാസങ്ങൾ കുറിച്ചെടുത്തു. 5 കൊല്ലങ്ങൾക്ക് ശേഷം സോമദേവസ്വാമി നാഗ്പൂരിൽ വന്ന്
ഭായിജിയുടെ വിരുന്നുകാരനായി താമസിച്ചു. അവിടെ വെച്ച് ബാബയുടെ ലീലകൾ കേട്ട് ഷിർദിയിൽ പോയി ബാബയെ കാണാൻ ആഗ്രഹിച്ചു. ഭായിജിയിൽ നിന്ന് ഒരു കത്തും വാങ്ങി അദ്ദേഹം ഷിർദിയിലേക്ക് പോയി. മൻമാഡിൽ നിന്നും കോപ്പർഗാവോണിലെത്തി ഒരു ടോങ്ക പിടിച്ച് യാത്രയായി. ഷിർദിക്കടുത്തെത്തിയപ്പോൾ മസ്ജിദിൽ നിന്ന് ഉയരത്തിൽ കെട്ടിയതായ 2 വലിയ കൊടിക്കൂറകൾ കണ്ടു. സാധാരണ ഋഷിമാർക്ക് പലതരം സ്വഭാവവും പലതരം ജീവിത രീതിയും പലതരം സജ്ജീകരണങ്ങളും കാണാറുള്ളതാണല്ലോ. ഈ വക പുറംകാഴ്ചകൾ കൊണ്ട് ഋഷിമാരെ വിലയിരുത്താൻ പാടുള്ളതല്ല. പക്ഷേ സോമദേവ സ്വാമി അങ്ങനെ കരുതിയില്ല. ഈ കൊടികൾ പാറിക്കളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു, എന്തിനാണ് ഒരു യോഗി കൊടിക്കൂറകൾ ഇഷ്ടപ്പെടുന്നത്? ഇത് യോഗിക്ക് ചേർന്നതാണോ? അത് യോഗിക്ക് കീർത്തിയോടുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത്. ഇതും വിചാരിച്ച് ഷിർദി യാത്ര വേണ്ടെന്ന് വെച്ച് താൻ മടങ്ങിപ്പോവുകയാണെന്നും കൂട്ടുകാരോട് പറഞ്ഞു. അവർ അദ്ദേഹത്തോട്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വന്നത്? കൊടിക്കൂറ കണ്ട് ഇത്രയും അസുഖം തോന്നിയാൽ ഷിർദിയിൽ രഥവും പല്ലക്കും കുതിരയും മറ്റു സജ്ജീകരണങ്ങളും കണ്ടാൽ എത്രമാത്രം തോന്നണം എന്ന് ചോദിച്ചു. സ്വാമി അതിന്, ഞാൻ ഇതുവരെ രഥവും കുതിരയും മേളവും മറ്റുമുള്ള സാധുക്കളെ കണ്ടിട്ടില്ല. എനിക്ക് അത്തരം സാധുക്കളെ കാണുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ മടങ്ങി പോവുകയാണ് എന്നുത്തരം പറഞ്ഞ് മടങ്ങാനൊരുങ്ങി. കൂടെയുള്ളവർ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവർ അദ്ദേഹത്തോട് ദുഷ്ടചിന്തകൾ ഒഴിവാക്കാനും ബാബയ്ക്ക് ഈ വക കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ലെന്നും ഇതെല്ലാം ഭക്തന്മാർ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്നും പറഞ്ഞ് ഒടുവിൽ പ്രേരിപ്പിച്ച് ഷിർദിയിൽ ചെന്ന് ബാബയെ കാണാൻ സമ്മതിപ്പിച്ചു. അവസാനം അവിടെ ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് ബാബയെ കണ്ടപ്പോഴേക്കും സ്വാമിയുടെ മനസ്സലിഞ്ഞ് കണ്ണു നിറഞ്ഞുകൊണ്ട് ഇടറുകയും എല്ലാ ചീത്ത വിചാരങ്ങളും ഇല്ലാതാവുകയും ചെയ്തു. അദ്ദേഹം തന്റെ ഗുരു പറഞ്ഞ എവിടെ ശാന്തിയും മനസമാധാനവും കണ്ടെത്തുന്നുവോ അവിടെയാണ് അധിവാസത്തിനും വിശ്രമത്തിനുമുള്ള കേന്ദ്രം എന്ന വാക്കുകൾ ഓർമ്മിച്ചുപോയി. അദ്ദേഹത്തിനും ബാബയുടെ പാദരേണുക്കളിൽ കിടന്നുരുളണമെന്ന് തോന്നി. ബാബയെ സമീപിച്ചപ്പോൾ ബാബ കോപിച്ചു പറഞ്ഞു, നമ്മുടെ എല്ലാ വേണ്ടാത്ത സജ്ജീകരണങ്ങളും നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. ഈ മസ്ജിദിൽ വീണ്ടും വന്നാൽ സൂക്ഷിച്ചോ. മസ്ജിദിൽ കൊടി പറപ്പിക്കുന്നവനെ എന്തിനു ദർശനം ചെയ്യണം? ഇത് യോഗ്യമാർക്ക് പറ്റിയതാണോ? ഇവിടെ ഒരു നിമിഷം നിന്നു പോകരുത്. സ്വാമി അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നുപോയി. ബാബ തന്റെ മനസ്സിലുള്ളത് അറിഞ്ഞുവെന്ന് സ്വാമിക്ക് മനസ്സിലായി. എത്രമാത്രം സർവജ്ഞനാണ് ബാബ! സ്വാമിക്ക് താൻ ബുദ്ധിശൂന്യനാണെന്നും ബാബ ഏറ്റവും വിശിഷ്ടനും പരിശുദ്ധനുമാണെന്ന് മനസ്സിലായി. ബാബ ചിലരെ കെട്ടിപ്പിടിക്കുന്നതും ചിലരെ കൈകൊണ്ട് തൊടുന്നതും ചിലരെ സമാധാനിപ്പിക്കുന്നതും ചിലരെ കരുണയോടെ കടാക്ഷിക്കുന്നതും ചിലരോട് ചിരിക്കുന്നതും ചിലർക്ക് ഉധി പ്രസാദം കൊടുക്കുന്നതും അങ്ങനെ എല്ലാവരെയും സംതൃപ്തരാക്കുന്നതും സ്വാമി കണ്ടു. തന്നോട് മാത്രം ദയയില്ലാതെ പെരുമാറിയതെന്താണ്? അതിനെപ്പറ്റി നല്ലപോലെ ആലോചിച്ചതിൽ ബാബ തന്റെ മനസ്ഥിതിക്കനുസരിച്ചാണ് ഇങ്ങോട്ട് പെരുമാറിയതെന്ന് ബോധ്യപ്പെടുകയും താൻ ഇതിൽ നിന്നൊരു പാഠം പഠിക്കുകയാണ് വേണ്ടതെന്നും ബാബയുടെ കോപം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായി കരുതണമെന്നും മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്വാസം ഉറച്ച് ബാബയുടെ വലിയ ഭക്തനായി തീർന്നു. നാനാ സാഹിബ് ചന്ദോർക്കർ. നാനാ സാഹിബ് ചന്ദോർക്കറുടെ കഥയോടുകൂടി ഹേമത് പാന്ത് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. മസ്ജിദിലൊരിക്കൽ നാനാ സാഹിബ് മഹൽസാപതിയോടും മറ്റും കൂടി ഇരിക്കുമ്പോൾ ബീജാപൂരിൽ നിന്നും ഒരു മുസൽമാൻ സകുടുംബം ബാബയെ ദർശിക്കാൻ വന്നു. ഗോഷാ സ്ത്രീകളെ അയാളുടെ കൂടെ കണ്ടപ്പോൾ നാനാ സാഹിബ് പോവാൻ നോക്കിയെങ്കിലും ബാബ സമ്മതിച്ചില്ല. സ്ത്രീകൾ വന്ന് പാദങ്ങൾ ദർശനം ചെയ്തു. ഒരു സ്ത്രീ മുഖംമൂടി മാറ്റി ബാബയുടെ പാദങ്ങൾ വണങ്ങി വീണ്ടും ധരിച്ചപ്പോൾ അവരുടെ അഭൗമമായ സൗന്ദര്യം കണ്ട് നാനാ സാഹിബിന് ആ മുഖം വീണ്ടും കാണണമെന്ന് തോന്നിപ്പോയി. നാനയുടെ മനശ്ചാഞ്ചല്യമറിഞ്ഞ് ആ സ്ത്രീകൾ പോയ ശേഷം ബാബ ഇപ്രകാരം പറഞ്ഞു: നാനാ, നീ എന്തിനാണ് വെറുതെ ചഞ്ചലപ്പെടുന്നത്? ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് കൽപ്പിച്ച ചുമതല നിർവഹിച്ചുകൊള്ളട്ടെ. നാം അവയുടെ പ്രവൃത്തിയിൽ ഇടപെടേണ്ട. ദൈവം സുന്ദരമായ ഈ ലോകം സൃഷ്ടിച്ചു. സൗന്ദര്യത്തെ ആസ്വദിക്കൽ നമ്മുടെ ചുമതലയാണ്. മനസ്സ് സുസ്ഥിരവും ശാന്തവുമാകുന്നത് ക്രമേണ സാവധാനത്തിലാണ്. മുന്നിലെ വാതിൽ തുറന്നിരിക്കെ എന്തിന് പിൻവാതിലിലൂടെ പോകുന്നു? ഹൃദയം ശുദ്ധമാണെങ്കിൽ ഒന്നും വിഷമിക്കാനില്ല. നമ്മിൽ ദുഷ്ടവിചാരമില്ലെങ്കിൽ ഒരാൾ എന്തിന് വേറൊന്നിനെ ഭയപ്പെടുന്നു?
കണ്ണുകൾ അവയുടെ കൃത്യം നിർവഹിച്ചതിന് നീ എന്തിന് ലജ്ജാലുവും സംശയാലുവുമാവുന്നു? ശ്യാമ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ബാബ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. മടങ്ങിപ്പോകും വഴിക്ക് അയാൾ നാനയോട് സംഗതി എന്തെന്ന് ചോദിച്ചു. നാന ആ സുന്ദരിയെ കണ്ടതും മനശ്ചാഞ്ചല്യം വന്നതും ബാബ അത് സംബന്ധമായി ഉപദേശിച്ച വിവരവും പറഞ്ഞു. നാന ബാബ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ മനസ്സ് സ്വതവേ ചഞ്ചലമാവാം, പക്ഷേ ശരീരത്തെ നിയന്ത്രണാതീതമാക്കരുത്. ഇന്ദ്രിയങ്ങൾ ചഞ്ചലമാവാം, പക്ഷേ ശരീരത്തെ നിയന്ത്രണത്തിൽ നിർത്തണം. അസ്വസ്ഥമാവാൻ അനുവദിക്കരുത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുപോവും, പക്ഷേ നമ്മുടെ മനസ്സ് കൂടെ പോയി വിഷയങ്ങളെ ആശിക്കരുത്. ക്രമവും സമാധാനവുമായ പരിശീലനം കൊണ്ട് അസ്വാസ്ഥ്യമില്ലാതാക്കാം. ഇന്ദ്രിയങ്ങൾ നമ്മെ ഇളക്കി വിടരുത്. അതേസമയം അവയെ നിശേഷം നിയന്ത്രിക്കുകയുമരുത്. അവസരോചിതമായി ഇന്ദ്രിയങ്ങളെ വേണ്ടും വിധം ശരിയായ വഴിക്കും അടക്കി നിർത്താനേ പാടുള്ളൂ. സൗന്ദര്യം കാഴ്ചവസ്തുവാണ്. നാം സുന്ദര വസ്തുക്കളെ നോക്കി ഭയപ്പെടാതെ നോക്കണം. അതിൽ ലജ്ജയ്ക്കോ ഭയത്തിനോ സ്ഥാനമില്ല. നാം ദുഷ്ടവിചാരം വളർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ ആഗ്രഹഹീനമാക്കി ഭഗവാന്റെ സൗന്ദര്യ വസ്തുക്കളെ കാണുക. ഈ വിധം ഇന്ദ്രിയങ്ങളെ എളുപ്പത്തിലും സ്വാഭാവികമായും നിയന്ത്രിക്കാൻ കഴിയുന്നതും വിഷയങ്ങളെ ആസ്വദിക്കൽ പോലും ഭഗവാനെ സ്മരിക്കാനുള്ള ഉപാധിയാക്കി തീർക്കാവുന്നതുമാകുന്നു. ബാഹ്യേന്ദ്രിയങ്ങൾ മാത്രം നിയന്ത്രിതങ്ങളാക്കി മനസ്സിനെ വിഷയങ്ങളിൽ വ്യാപരിപ്പിച്ച് അവയിൽ ആസക്തമാക്കിയാൽ നമ്മുടെ ജനന മരണചക്രം അവസാനിക്കുകയില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ ദോഷകരങ്ങളാണ്. വിവേകം എന്ന തേരാളിയെ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയങ്ങൾ അലഞ്ഞുതിരിഞ്ഞു പോകുന്നില്ല. അത്തരം ഒരു തേരാളിയുടെ സഹായത്താൽ നാം അവസാന ആവാസസ്ഥാനമായ വിഷ്ണുപാദത്തിലെത്തി അവിടെ നിന്ന് മടങ്ങിപ്പോരാതിരിക്കും. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.